നമ്മൾ കാലത്ത് ഇപ്പൊ എത്ര മണിയെന്നറിയോ? അത്രയും 6:40 ആയിട്ടുള്ളൂ. നമ്മളൊരു സ്ഥലത്ത് പോവാണ്. ഹൈക്കിംഗ് അല്ല, കുറെ പരിപാടികളുണ്ട്. ഈ ഫാമിലി, നമ്മുടെ വിനോദയുടെ ഫാമിലിയും കൂടെ ന്യൂ ഹാംപ്ഷയർ പോവാണ്. ഇത് ന്യൂ ഹാംപ്ഷയർ. അപ്പൊ നമ്മളൊരു ട്രിപ്പ്, അതായത് ഇപ്പം ലോങ് വീക്കെൻഡ് ആണ്. അപ്പൊ നമ്മളൊരു ട്രിപ്പിന് പോയിക്കൊണ്ടിരിക്കുക. അപ്പൊ എല്ലാവർക്കും ട്രിപ്പിൽ നമ്മൾ എന്താ ഒരു ദിവസം സ്റ്റേ ഉണ്ട് കേട്ടോ അവിടെ. അപ്പൊ നമ്മള് പോകുന്ന വഴിയിലുള്ള കാഴ്ചകളൊക്കെ കാണിച്ചു തരാം. ഇത് വിനോദേട്ടനാണേ. വിനോദേട്ടൻ നമ്മൾ ഓവർടേക്ക് ചെയ്യാൻ പോവാണേ. കണ്ടോ? റെഡി 1 2 3 ഓട്ടെ. ഞാനിവിടെ ഒഫീഷ്യൽ പാസഞ്ചർ പ്രിൻസസ് ഡ്യൂട്ടി ഏറ്റെടുത്തിരിക്കുകയാണ്. നമ്മളൊക്കെ ഡെനിമ നിങ്ങൾ ശ്രദ്ധിച്ചോ? ആമീൻ ഡെനിമ. അത് വായിച്ചേ. കാലത്ത് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാണ് എല്ലാവരും ഇറങ്ങിയത്. എന്നാലും ഒരു ടീ ബ്രേക്ക് എടുത്തു നമ്മളിടയിൽ. ഉണ്ണിയപ്പൊക്കെ ഉണ്ടായിരുന്നു. നമ്മളിവിടുന്ന് ഇറങ്ങി കേട്ടോ. അയ്യോ, എന്നെ കൂട്ടാണ്ട് പോന്നേ. അടച്ചടച്ച് നമ്മള് ഫസ്റ്റ് ഡെസ്റ്റിനേഷനായ ഫ്ലൂമിലോട്ടേക്ക് പോവാൻ പോവുകയാണ്. വെയിറ്റിംഗ് ഉണ്ടായിരുന്നു കുറച്ച്. ശക്തിയിലൊതുക്കോ. ഈ ഒഴുകുന്ന വെള്ളം നിങ്ങൾ കാണുന്നില്ലേ? ഈ വെള്ളം ഒഴുകി പോകുന്നതിൻ്റെ കൂടെ തന്നെ നിങ്ങളൊരു ബ്രിഡ്ജ് കാണുന്നുണ്ടോ? ഇത് മരം ബ്രിഡ്ജിൻ്റെ മേളിൽ അടിയിൽ കൂടെയാണ് വെള്ളം പോണേ. ആ മരം ബ്രിഡ്ജ് 1886 അല്ലേ? അതെ, അങ്ങനെ ആ സമയത്ത് ഉണ്ടാക്കിയ ഒരു ബ്രിഡ്ജാണ്. ആമി കണ്ടോ? ഇതാണ് ഇവിടുത്തെ മെയിൻ സ്ഥലം. വെള്ളം ഒഴുകണ്, അതിൻ്റെ ഇടയിൽ കൂടെ ആൾക്കാരൊക്കെ ഇങ്ങനെ നടക്കുന്നു. നല്ലൊരു പ്രത്യേക തണുപ്പായിരുന്നു അവിടെ. എന്ന് വെച്ചാൽ വെള്ളം വരുമ്പോൾ ഉള്ളൊരു തണുപ്പില്ലേ, വെള്ളം ഇങ്ങനെ പാറയിൽ തട്ടി തെറിക്കുമ്പോഴൊരു തണുപ്പില്ലേ, അത് എന്ത് രസമാണെന്ന് നോക്കൂ. ഇതവിടെ എഴുതി വെച്ചിട്ടുണ്ടാവും, കരടിയുടെ ഗുഹയെ. അത് കരടി അതിനകത്ത് കിടന്നുറങ്ങുന്നുണ്ട്. വെറുതെ പറഞ്ഞേട്ടാ. ഇപ്പം നമ്മളിനി കാണാൻ പോണ പാലം ഒരു പൈൻമരം കൊണ്ട് ഉണ്ടാക്കിയത് അത്ര. ഈ ഏരിയയിലെ ഏറ്റവും വലിയ പൈൻമരം കൊണ്ട് ഉണ്ടാക്കിയ ബ്രിഡ്ജാണിത്. ഇതാ മോനെ ചെന്നായൻ്റെ ഗുഹ. ഇതിനകത്തേക്ക് കയറണമെങ്കിലേ ഇങ്ങനെ നമ്മൾ കമഴ്ന്ന് കിടന്നിട്ടൊക്കെ പോകണം അത്ര. അതുകൊണ്ട് നമ്മൾ കയറിയില്ല. ഇതാണ് വോൾഫ് ഡെൻ. ഇവിടെ കയറിയിട്ടേ ഇവിടെയാണ് എൻ്റെ എക്സിറ്റ്. ഇവിടെയാണ് അത് തീരുന്നത്. അയ്യോ കണ്ടോ, ഈ ഒരു ചെറിയ തുരങ്കം കണ്ടോ? ഇത് കണ്ടോ? ഇത് വഴി ഇറങ്ങണം. അത് എഴുതി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് എന്താ അറിയോ? കുറുക്കന്മാരെ നമ്മുടെ കേരളത്തിൽ വംശനാശം സംഭവിച്ചു തുടങ്ങിയത്രേ. നമ്മൾ കൂക്കൂന്ന് കേൾക്കണൊക്കെ കുറുനരീൻ്റെ ഒച്ച അത്രേ. അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ ഭക്ഷണം കഴിച്ചു കേട്ടോ. വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായി, 2 പേരും ലഞ്ച് കൊണ്ടുവന്നിട്ടുണ്ടായി. അതൊക്കെ കഴിച്ചു. എന്നിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. ഇപ്പം നമ്മൾ ട്രാം കയറാൻ പോവുക ഈ വലിയ മലയിലോട്ടേക്ക്. താങ്ക് യു. ഇരിക്കാൻ പറ്റുന്നു.
അയ്യോ മറ്റേത് ആവശ്യത്തിൽ കൂടുതൽ നടന്ന കാരണം നമ്മളെല്ലാവരും കൂടെ അവിടെ റെസ്റ്റ് എടുക്കാൻ തീരുമാനിച്ചു. ഉണ്ണിയേട്ടനും വിനോദേട്ടനും കൂടെ വേറൊരു ഒബ്സർവേറ്ററി ഉണ്ട് ഇവിടെ, അവിടെ തൊട്ടേക്ക് നടന്നു പോവുക. പിന്നെ ഒരു 15 മിനിറ്റ്സ് വാക്കാണ്, എന്നാലും നമ്മൾ മടിച്ചു പോയില്ല. നടുവേ കാണുന്ന റോഡില്ലേ, നമ്മൾ വന്ന റോഡാണ് പോലും. ഇത് കണ്ടോ, ഈ ഒബ്സർവേറ്ററിയും ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ മരത്തിൽ പണിതതാ. ഇവിടെ ചെതലൊന്നും വരാത്തോണ്ടാന്ന് തോന്നുന്നു, മരത്തിനൊന്നും ഒന്നും പറ്റുന്നില്ല. ഈ ട്രാം മല കയറുമ്പം കുറച്ചൊക്കെ വയറ്റിൽ മറ്റേ ഒരു പേടി വരാനില്ലേ, അതുണ്ടായിരുന്നെങ്കിലും ഇറങ്ങുമ്പോയില്ലേ സുറുന്നൊരു പോക്കായിരുന്നു. നമ്മൾ അന്ന് താമസിക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ടായ ഒരു എയർബിഎൻബി ക്യാബിൻ, അതായത് ഒരു വീടാണ് കേട്ടോ ഇത്. നമ്മൾ ശരിക്കും ക്യാമ്പിങ് ചെയ്യണം എന്ന് വിചാരിച്ചു, പക്ഷേ ഈ കുട്ടികളുള്ള കാരണം ബുദ്ധിമുട്ടായിരിക്കുമോ എന്ന് ഓർത്തിട്ടാണ് ഇങ്ങനൊരു വീട് ബുക്ക് ചെയ്തത്. ഇത് വിനോദേട്ടൻ അവർ മാരിനേറ്റ് കൊണ്ടുവന്ന ചിക്കൻ, ബ്രെഡ് ചിക്കൻ. ഇത് നമ്മൾ കൊണ്ടുവന്ന ഗ്രീനാണ് ഉദ്ദേശിച്ചത്. ഇഷ്ടപ്പെട്ടു? കപ്പ, ചെറിയുള്ളി ചമ്മന്തി. ഈ ക്യാമ്പിങ് ചെയ്യുമ്പോൾ മാഷ്മെല്ലോ ഇങ്ങനെ തീയിലാക്കിയിട്ട് ഒരുക്കി കഴിക്കണ ഒരു ആചാരം ഇവിടെ ഉണ്ട്. അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞങ്ങള്. കുട്ടികളൊക്കെ ഉറങ്ങി കേട്ടോ. അതിനുശേഷം നമ്മൾ കുറച്ച് നേരം കളിച്ചും വർത്താനം പറഞ്ഞൊക്കെ ഇരുന്നു. എന്നിട്ട് ഒരു 1 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും കിടന്നു. അങ്ങനെ അടുത്ത ദിവസം രാവിലെയായി, നമ്മൾ ചെക്കൗട്ട് ചെയ്യാറായി, 11 മണിയെങ്ങാണ്ടായി. അപ്പോൾ ഞാൻ ചെറുതായിട്ടൊരു ക്യാബിൻ ടൂർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇത് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് ലിവിങ് റൂം, അവിടെ ചെറിയ TV ഉണ്ട്, കുറച്ച് ബുക്സ് ഉണ്ട്. ഇത് കിച്ചൺ, അതിൽ അത്യാവശ്യം പാത്രങ്ങളും പെപ്പർ, സോൾട്ട്, ഒലിവ് ഓയിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതിനോട് ചേർന്ന് തന്നെ ഈ ഒരു കുഞ്ഞ് ഡൈനിങ് ഏരിയ. ഇതിങ്ങനെ പോയി കഴിഞ്ഞാൽ അവിടെ കാണുന്നതാണ് ഒരു ബെഡ്റൂം. ഇത് ഇച്ചിരി അത്യാവശ്യം സ്ഥലമൊക്കെ ഉള്ളൊരു ബെഡ്റൂമാണ്. അവിടെ എക്സ്ട്രാ ബെഡ്ഷീറ്റ്സും കാര്യങ്ങളും പുതപ്പുകളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് നമ്മുടെ ബാത്റൂം. ഒന്നേ ഉണ്ടാവുള്ളൂ, ഒരു ബാത്റൂമേ ഉണ്ടായുള്ളൂ. പക്ഷേ നമുക്ക് ഇത്ര മതിയായിരുന്നു, ഒരു രാത്രിയല്ലേ സ്റ്റേ ചെയ്യുന്നുള്ളൂ. പിന്നെ അത് വേറൊരു ബെഡ്റൂം, അത് വേറൊരു ബെഡ്റൂം. ഈ ബെഡ്റൂം ഒരു കുഞ്ഞി 2 സെപ്പറേറ്റ് കട്ടിൽസ് ഉള്ളൊരു ബെഡ്റൂമാണ്. ഉണ്ണേട്ടൻ വെള്ളം കുടിക്കുന്ന ഉണ്ണേട്ടൻ നമ്മളിറങ്ങി. ഇവിടെ പാക്കിങ്ങിൻ്റെ അവസാന ഘട്ടത്തിലെത്തിയിരിക്കുകയാണ് ഞങ്ങൾ. ഹായ്, നമ്മൾ ഇവിടുന്ന് ഇറങ്ങി എല്ലാം ലോഡ് ചെയ്തു കാറിൽ. ഇപ്പം നമ്മളിത് ഇവിടെ നിന്ന് ഇറങ്ങുന്നു. ഓക്കെ, ഇപ്പം നമ്മൾ നേരെ പോണത് ബീച്ചിലാണ്. ഒരു എക്കോ ലേക്ക് ബീച്ച് എന്ന് പറഞ്ഞൊരു ബീച്ചുണ്ട് ഇവിടെ അടുത്ത്. അങ്ങോട്ടേക്ക് പോവാണ്. എന്നിട്ട് നേരെ വീട്ടിൽ പോകും. ശരിക്കും പ്ലാൻ ഉണ്ടായിരുന്നില്ല അല്ലേ, നേരെ വീട്ടിൽ പോകാനായിരുന്നു പ്ലാൻ. പിന്നെ ഇവിടെ വന്നതല്ലേന്ന് വെച്ചിട്ട് ഒരു ബീച്ചും കൂടെ കവർ ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ ബീച്ചിലേക്ക് പോയിട്ട് നേരെ ലഞ്ചും കഴിച്ച് വീട്ടിൽ പോകും അല്ലേ. നാളെ പിന്നെയും ഓഫീസ് ദിനങ്ങൾ. അതെ, എക്കോ ലേക്ക് ബീച്ചിലേക്ക് വന്നിരിക്കുകയാണ് നമ്മൾ. ഇത് കണ്ടോ, ആ വണ്ടി നിങ്ങൾക്ക് അറിയുമോയെന്ന് എനിക്ക് അറിയത്തില്ല. കണ്ടോ, ഈ വണ്ടിയിൽ എങ്ങനെ അറിയാം താമസിക്കാം. ഈ വണ്ടീൻ്റെ അതായത് മുന്നത്തെ വണ്ടിയിൽ കുളത്തിടും, മറ്റേ പുറകത്തെ വണ്ടി അതിനകത്ത് ടയറൊക്കെ ഉണ്ടല്ലോ. എന്നിട്ട് വീടാക്കി ഉപയോഗിക്കും. അവരകത്ത് വീടും ഹാളും കിച്ചണും 2 റൂമും
ബാത്റൂമൊക്കെ കാണാം. അപ്പോൾ ഇങ്ങനെ സ്ഥലത്ത് കൊണ്ടുപോയിടുക. എന്നിട്ട് ഇങ്ങനെ ബോട്ട് സ്വന്തം എടുത്ത് പോകാവോ? പറഞ്ഞു പോട്ടു. നമ്മൾ ഇന്നലെ പോയ ഡ്രാമ തന്നെയാണോ? ആ അതെ, കണ്ടോ നിങ്ങൾ കാണുന്നത്? നമ്മൾ ഇന്നലെ പോയ ഡ്രാമ. കണ്ടോ കണ്ടോ കണ്ടോ, നമ്മൾ ഇന്നലെ പോയില്ലേ? ഡ്രാമ നമ്മൾ പോയത്. എന്താ ഉണ്ടായി അറിയോ? സോറി, നമ്മള് ബീച്ചിൽ പോയി കളിച്ചിട്ടോ ഇച്ചിരിയൊക്കെ. എന്നിട്ട് മഴ അറിയണ്ടപ്പോൾ നിങ്ങൾ ഓടി, അപ്പോൾ വീഡിയോ എടുക്കാൻ പറ്റിയില്ല, ഓടിക്കറി. എന്നിട്ട് ഇപ്പം നമ്മൾ ഒരു റെസ്റ്റോറൻറ്റിലോട്ട് പോകാം. ലഞ്ച് കഴിഞ്ഞ് നേരെ വീട്ടിലേക്ക്. എത്ര മിനിറ്റ്? 26 മിനിറ്റിൽ റെസ്റ്റോറൻറ്റ്. നല്ല വിശപ്പുണ്ട്. രാവിലെ നമ്മൾ സാൻഡ്വിച്ച്, അതൊന്നും നമ്മൾ വീഡിയോ എടുത്തില്ല, നമ്മൾ കഴിച്ചൊന്നും എടുത്തില്ല. രാവിലെ നമ്മൾ സാൻഡ്വിച്ച് ഉണ്ടാക്കി കഴിച്ചു. എന്നിട്ട് നമ്മൾ ഇറങ്ങിയതാണ്. അപ്പോഴത്തേക്ക് ഇപ്പോൾ വിശന്നു. അത് നമ്മൾ ഇന്നലെ കയറിയ മൗണ്ടെയിൻ കണ്ടേ, മേഘങ്ങൾ പൊക്കോണ്ടിരിക്കുന്ന മൗണ്ടെയിനിലാണ് നമ്മൾ ഇന്നലെ പോയത്. ഇത് നമ്മുടെ ബീച്ച്, നമ്മളിപ്പോൾ പോയ ബീച്ച്. ഇതാണ് ഞാൻ പറഞ്ഞ റെസ്റ്റോറൻറ്റ്. നല്ല വൈബ് കേട്ടോ. പുറത്തുണ്ട്. ഇന്നിപ്പോൾ മഴക്കോളുള്ളതുകൊണ്ടല്ലേ പുറത്തിരിക്കായിരുന്നു. നോക്കൂ, നല്ല കേട്ടോ പുറത്ത്. ഇതുണ്ടോ, ഇതകത്ത് നമ്മൾ ഇരുന്നപ്പോൾ ഉള്ള വ്യൂ ആണ്. നല്ല രസമുണ്ടായി. ഇന്നിവിടെ മെമ്മോറിയൽ ഡേ ആണ് കേട്ടോ. US വേണ്ടി മരിച്ചു പോയിട്ടുള്ള ആൾക്കാരെ ഓർമ്മിക്കുന്നതിനുള്ള ഒരു ദിവസമാണ്. എല്ലാ മെയ്യിലും ലാസ്റ്റ് മൺഡേ ആണ് അവർ മെമ്മോറിയൽ ഡേ ആയിട്ട് ആഘോഷിക്കുന്നത്. അപ്പോൾ എന്തായാലും ഈ കുഞ്ഞൊരു വീഡിയോ എല്ലാവർക്കും, കുഞ്ഞല്ല ഇച്ചിരി വലുതല്ലേ, ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ ഉടനെ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.